യെസ്, സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്ന തൊടുപുഴയിലെ അതേ കോളേജിലാണ്, ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഇവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടല്ലോ. ഇനി അതുക്കും മേലെ മറ്റു കുറച്ച് കുട്ടികൾ കൂടെ നിൽപ്പുണ്ട്. അവരേലും ഫുൾ പാക്കായിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് കഴിവുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് കാണാം. ഓക്കെ, നാറാണത്ത് ഭ്രാന്തൻ ജയറാം അഭിനയിച്ച വളരെ രസകരമായ മൂവികളിലൊരു മൂവിയാണ്. അതിൽ കുറേ അമ്മാവന്മാരുമായിട്ടൊരു സീക്വൻസ് ഉണ്ട്, ഭയങ്കര രസകരമാണ്. അത് നമ്മുടെ കുട്ടികൾ എങ്ങനെ ചെയ്യും നമുക്കൊന്ന് നോക്കാം. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല വല്യമ്മാവ. പിന്നെ ദേ ഈ അമ്മാവന്മാർക്ക് ചില ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നാള് തന്നെ ദാ പോലീസ് അമ്മാവന് ഞാനൊരു കള്ളനെ പിടിച്ചു കൊടുത്തില്ലേ, എന്നിട്ട് അവരെന്നെ പോലീസിലെടുത്തില്ല. നന്ദിയില്ലാത്തവരാ. അതിന്റെ വാശി തീർക്കാൻ ഞാൻ ഡോക്ടർ അമ്മാവന് ചില പുതിയ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ അമ്മാവന് ലീലാമ സിസ്റ്റം കൂടി മുറിക്കാത്തിരുന്ന പിന്നെതാ ഈ വക്കീലമ്മാവന് ഇത്തിരി ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ അവിടെ ചെന്ന് അത്ര വലിയ തെറ്റാ? മാത്രമല്ല വക്കീലമ്മാവും വക്കീലാഫീസിലിരിക്കുന്നത് ഇങ്ങനെയാ. അല്ല അല്ല, കേസില്ലാത്തോണ്ട് ഈ പിന്നെ ഞാൻ ആഫീസിലിരുന്ന് പാമ്പ് കളിച്ചെന്നൊക്കെ പറയുന്നത് ശുദ്ധ നുണയാ. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയേ ഈ പോലീസുകാർ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കണ കഥയാ. ഞാനങ്ങനെ പാമ്പ് കളിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു പാമ്പാട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. അല്ലേ, ഫുൾ പവറിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരെ കയ്യിൽ നിന്ന് പാട്ടോ ഡാൻസോ അഭിനയമോ ഒക്കെ നമുക്ക് ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ വിളിക്കുന്നു ധനുശ്രീ. ധനുശ്രീ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. എവിടെ നാട്? എൻ്റെ നാട് ആലപ്പുഴയാണ്, പക്ഷേ ജനിച്ചതും വളർന്നതൊക്കെ കുവൈറ്റിലാണ്. ഓ, നൈസ് നൈസ് നൈസ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കോളേജ്? അടിപൊളിയല്ലേ? ഏതിനാ പഠിക്കുന്നത്? ഞാൻ BBA. അപ്പോൾ ആദ്യം നമുക്കൊരു പാട്ടിലങ്ങ് തുടങ്ങാം അല്ലേ? പാട്ടോ? ഞാൻ പാടിയ ആൾക്കാർ ഓടും. അല്ല, അതൊന്നുമില്ല, ഓടത്തെ ഓടുമൊന്നും ഇല്ലല്ലേ. അത് ഏത് വേണം, ഇംഗ്ലീഷോ അറബോ? വീട്ടിലേക്ക് ചിലപ്പോൾ നല്ല അറബ് പാട്ടൊക്കെ അറിയാൻ പറ്റും. ഇല്ല, ഞാൻ പക്ക മലയാളിയാ. എന്നാ ഒരു ഇംഗ്ലീഷ് പാട്ടിലൊന്നും തുടങ്ങാം. ഇംഗ്ലീഷ് പാട്ടോ? മലയാളത്തിൽ മലയാളോ? ഇഷ്ടമുള്ളൊരു പാട്ട് പാടുക. പിടിച്ചോ, രണ്ടുപേരും പാടിയിട്ട് പാട്ടോടുകൂടി അങ്ങ് ഐശ്വര്യമായിട്ട് തുടങ്ങാം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ, കുഞ്ഞിളം കായൽ നിന്നെ കോരിയെടുക്കാൻ വാ. രണ്ടുപേരും കഴിഞ്ഞു. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ നമുക്ക് സിനിമ ജയറാമിന്റെ അഭിനയത്തികൾ നമുക്ക് ഇദ്ദേഹത്തിലൂടെ കാണാം. റെഡിയല്ലേ? റെഡി, ആക്ഷൻ. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകാറില്ല വല്യമ്മാവ. ബാക്കി പറഞ്ഞു. അഭിനയം ഓവറാകാതിരുന്ന തനിക്കുള്ള. പിന്നെ ദേ ഈ അമ്മാവന്മാർക്ക് ചില ചില്ലറ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ദേ അന്നതോ ആ പോലീസ് അമ്മാവനുണ്ടല്ലോ, ഒരു കള്ളനെ പിടിച്ചു കൊടുത്തു. എന്നിട്ടും ആ പോലീസുകാർ എന്നെ പോലീസിലെടുത്തില്ല. നന്ദിയില്ലാത്തവരാ. പിന്നെ ദോ ആ ഡോക്ടർ അമ്മാവന് ആ വാശിയിൽ ഞാൻ കുറച്ച് പുതിയ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാൻ പോയപ്പം ആ അമ്മാവനും ലീലാമ സിസ്റ്ററും കൂടെ അവിടെ മുറിക്കാത്തിരുന്ന് ഉമ്മുമ്മ നിക്ക് പറയട്ടെ. അയാക്കേ നട്ടാ മുളയ്ക്കണ തരം ഭ്രാന്ത. അതാ പെണ്ണിനിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. പിന്നെ ദോ ആ വക്കീലമ്മാവന് ഓഫീസിൽ ചെന്ന് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, തെറ്റാ? ഏയ്, അങ്ങനെ ചെന്നപ്പം ഈ അമ്മാവനുണ്ടല്ലോ അവിടെ ദോ ഇങ്ങനെ ഇരിക്കുന്നേ, കേസില്ലാത്തതുകൊണ്ട് ഈസി ആട്ടിക്കൊണ്ട്. പിന്നെ ഞാൻ ആ ആഫീസിൽ പോയി പാമ്പുമായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞ വെറും നുണയാന്നേ. ആ പോലീസുകാർ എന്നോടുള്ള വാശി തീർക്കാൻ ചമ്മച്ചുണ്ടാക്കിയതാ. പിന്നെന്തുവായിരുന്നു? ഞാൻ പാമ്പ് കളിച്ചിട്ടുമില്ല, ആ പാമ്പാട്ടിയോട്ട് കണ്ടിട്ടുമില്ല. എന്താണ് മോനെ പേരെന്താണ്? അശ്വിൻ ചാക്കോ ബെന്നി. അശ്വിൻ ചാക്കോ ഏതാണ്, എന്താ പഠിക്കുന്നത്? ഞാൻ BSc സൈക്കോളജി സെക്കൻഡ് ഇയർ. അപ്പോൾ സൈക്കോളജി ഇഷ്ടപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ട് അത് എടുത്തതാണ്. അതെ. ആക്ഷൻ.
ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല വല്യമ്മാവ. പിന്നെ ചില അമ്മാവന്മാർക്ക് ഇച്ചിരി ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പോലീസ് അമ്മാവന് ഞാൻ കഴിഞ്ഞ ദിവസം കള്ളനെ പിടിച്ചു കൊടുത്തു, എന്നിട്ടും അവരെന്നെ പോലീസിലെടുത്തില്ല. നന്ദിയില്ലാത്തവരാ. പിന്നെ അതിന്റെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ഈ ഡോക്ടർമാവന് ചില മരുന്നുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചെന്നപ്പോ ഡോക്ടർമാവനും സിസ്ലിയമ്മ സിസ്റ്ററും കൂടി ഉമ്മ 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 പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ? പിന്നെ ഇതേ ഈ വക്കീലമ്മാവന് ഞാൻ ഇച്ചിരി ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ പോയി. ഇത്ര വലിയ തെറ്റാ. ഈ അവിടെ ചെന്നപ്പോ വക്കീലമ്മാവൻ അങ്ങനെ ഇരിക്കുന്നതെന്നറിയാവോ? ഇങ്ങനെ ഈ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈറ്റനെ അടിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ ആ ഓഫീസിൽ പോയി പാമ്പിനെ ഒക്കെ വെച്ചെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയണയാ. ഞാനൊരു പാമ്പാട്ടിനെയും കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയുണ്ട്? വർഷ ബൈജു എൻ്റെ ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുത്തു. കാരണം എൻ്റെ വന്നിട്ട് എന്നെ മൈക്ക് പിടിച്ചു പറിച്ചങ്ങ് വാങ്ങുകയാണ് ചെയ്തത്. ഈ മൈക്ക് ഇങ്ങനെ വാങ്ങിയാലൊരു സംഭവമുണ്ട്. മൈക്ക് വാങ്ങിയാൽ ആദ്യം രണ്ടുപേരും പാടണം. പേടിച്ച സ്ഥിതിക്ക് രണ്ടുപേരും പാടിയേ പറ്റത്തുള്ളൂ. പാടി ഇതിനും പറഞ്ഞ ഇവിടെ കൂട്ടട്ടെ. ആ കുട്ടിക്കോ ഹെൽപ്പ് ആയിക്കോട്ടെ. അതെ, പാരാ കൂടെ വേണ്ടേ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്മാളി മാമുണ്ട് ചാഞ്ചാട്, വെള്ളരി പിഞ്ചു പോലും ചുമ്മാ എന്നെ എനി പ്രോബ്ലം? ഏതിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞ മോള്? BBA ഫസ്റ്റ് ഇയർ. ഞാനിവിടെ കോട്ടയം. അപ്പൊ ശരി, റെഡിയല്ലേ? ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല വല്യമ്മ. പിന്നെ ഉണ്ടല്ലോ, ഈ അമ്മമാർക്കൊക്കെ ഇടയ്ക്ക് ചില ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടെന്നേ ഉള്ളൂ. ആ നിൽക്കുന്ന പോലീസ് അമ്മാവന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കള്ളനെ പിടിച്ചു കൊടുത്തില്ലേ, എന്നിട്ടും അവരെന്നെ പോലീസിന് ചേർത്തില്ല. ഒരു നന്ദി ഇല്ലാത്തവരാ. അതിന്റെ വാശി തീർക്കാനായിട്ടാ ഞാൻ ഈ ഡോക്ടർ അമ്മാവന്റെ അടുത്ത് പുതിയ ചില മരുന്നുകൾ പറഞ്ഞു കൊടുക്കാൻ ചെന്നത്. അപ്പൊ അവിടെ ഡോക്ടർ അമ്മാവനും ലീലാമ്മ സിസ്റ്ററും കൂടെ ഉമ്മ ഉമ്മ ഉമ്മ. പിന്നെ ആ വക്കീലമ്മാവൻ, ഈ വക്കീലമ്മാവനുണ്ടല്ലോ കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാൻ ചെന്ന അത്ര വലിയ തെറ്റാ? ഈ വക്കീലമ്മാവനോട് ഓഫീസിൽ നിന്ന് എന്താ പണിയെന്നറിയോ? ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ചുമ്ന്ന് ഈച്ച അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഈ പാമ്പിനെയൊക്കെ ഓഫീസിൽ കൊണ്ടുവന്ന് ചെന്നെന്ന് പറയുന്നത് ചുമ്മാ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാ. ഞാൻ അങ്ങനെ ഒരു പാമ്പാട്ടിയുടെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. എങ്ങോട്ട് പോന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് ഓട്ടോറിക്ഷ സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടേട്ടാ? എങ്ങോട്ടെങ്കിലും പോടൂ. എന്താണ് പേര്? അബിൻ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഞങ്ങളുണ്ട് ഇവരുടെയൊക്കെ ആക്ടിങ്. അവരൊക്കെ പൊളിച്ചില്ലേ? അപ്പൊ അതിന്റെ മേളിൽ ഞങ്ങൾ കണ്ടോ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. എവിടെ നാട്? എൻ്റെ വീട് കൂത്താട്ടുകുളം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാൻ BBA. തുടങ്ങിയാലോ നമുക്ക്? റെഡി, ആക്ഷൻ. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല വല്ലമ്മ. ഞാൻ എല്ലാ അമ്മമാർക്കും ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ആ അമ്മാവന്മാരൊന്നും അത് സമ്മതിക്കണില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോലീസ് അമ്മാവന് സഹായം ചെയ്തു കൊടുത്തു, ഒരു കള്ളനെ പിടിച്ചു കൊടുത്തു. പക്ഷെ അമ്മാവൻ എന്നെ പോലീസിലെടുത്തുമില്ല, എന്നെ നന്ദിയുമില്ല. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. ഡോക്ടർ അമ്മാവനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെന്ന അപ്പോഴാണ് ഡോക്ടർ അമ്മാവൻ ഒരു സിസ്റ്ററുമായിട്ട് ഉമ്മ കലക്കണ്ടിട്ടാ. അത് കണ്ടുകൊണ്ട് ഞാൻ എന്നാ ചെയ്തെന്നറിയാമോ? ഞാൻ എല്ലാവരുടെ അടുത്തേക്ക് വന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. അതാണ് ഞാൻ കേൾക്കേണ്ടത്. പറ. അബദ്ധത്തിൽ വന്നു പോയതാ. അത് കഴിഞ്ഞിട്ട് ഒരാളെ കൂടെ ഉണ്ട്. വക്കീലമ്മാവന്റെ അടുത്ത് ചെന്നു. അപ്പൊ വക്കീലമ്മാവന്റെ അടുത്ത് ചെന്നപ്പോ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കും. ഈച്ചേട്ടൻ ഇവിടെ കാണിച്ച
അടിപൊളി. ഈച്ച ആട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് പാമ്പിനെ കൊണ്ട് ചെന്ന് പറഞ്ഞ അപവാദങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങോട്ട് പാമ്പിനെ കൊണ്ട് ചെന്നിട്ടില്ല, പാമ്പാട്ടിനെ കണ്ടുമില്ല. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. പറയാശാനെ, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. ദൈവത്തിനെ വിളിക്കാൻ ഇല്ല, മൈക്കടിച്ച പാടം വേണ്ട വേണ്ടാന്ന് പറയുന്നത്. എന്താ മോളുടെ പേര്? ഭദ്ര. ഞങ്ങള് വന്ന് ഷൂട്ട് ചെയ്യട്ടാ. അവന്റെ ഊഴം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ ഒരേ സംഭാഷണം വന്ന് വേറെ കാര്യം പറയട്ടെ. അവനെ അവന്റെ ഇത് ആക്ടിങ് കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരേ സന്തോഷത്തിൽ ഒരേ സംഭാഷണം. ഒരു കാര്യം ചെയ്യും, മുണ്ടിൽ ചെളി പുരളരുത് പറഞ്ഞ നിർത്താൻ 5 പ്രാവശ്യം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. മുണ്ടിൽ ചെളി പുരള്. നിർത്താൻ 3 പ്രാവശ്യം പറ. മുണ്ടിൽ ചെളി പുരളി. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. പുളച്ചി. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? 1 പ്രാവശ്യം പറഞ്ഞോ. മുണ്ടിൽ ചെളി പുരളരുത്. സംസാരിച്ച് അടുത്ത തൊട്ടേ വിളിക്കും കേട്ടോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അയ്യോ, ഡയലോഗ് എങ്ങനെയാണ്? ആർക്കും ഒരു ബുദ്ധിമുട്ട്. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല വല്യമ്മ. പിന്നെ ഈ വല്യമ്മമാർക്ക് ഞാൻ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അമ്മാവന് ഒരു കള്ളനെ ഞാൻ പിടിച്ചു കൊടുത്തു. എന്നിട്ട് അവരെന്നെ പോലീസിന് എടുത്തില്ല. നന്ദിയില്ലാത്തവരാ. ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റേടം. ആ വാശിക്ക്, ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ഡോക്ടർ അമ്മാവിന് ചില പുതിയ മരുന്നുകൾ പറയാൻ ഞാൻ പോയായിരുന്നു. അപ്പോ ഡോക്ടർ അമ്മാവനും ലീലാമ്മ സിസ്റ്ററും റൂമിലിരുന്ന് ഉമ്മ വെച്ചെടുത്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വക്കീലമ്മാവനെ കാണാൻ പോയി. വക്കീലമ്മാവനെ കാണാൻ പോയപ്പോ ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വക്കീലമ്മാവനെ കാണാൻ പോയപ്പോ വക്കീലമ്മാവന് കേസില്ലാണ്ട് അവിടെ ഈച്ചനെ അടിച്ചു കളിച്ചോണ്ടിരിക്കുക. ഈച്ചനെ അടിച്ചു കളിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് എന്നിട്ട് ഇവരൊക്കെ പറയാ ഞാൻ പാമ്പിനെ എവിടെ വെച്ച് ഓഫീസില് പാമ്പിനെ വെച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. ഞാൻ പാമ്പിനെ കണ്ടിട്ടുമില്ല, പാമ്പാട്ടീനെ അറിയത്തുമില്ല. എന്താ പോരെ? എന്താ മോന്റെ പേര്? എന്റെ പേര് ആൽവിൻ. ആൽവിൻ ഏത് ക്ലാസ്സിലാണ്? ആൻഡ് 3rd ഇയർ ആനിമേഷൻ സ്റ്റുഡന്റ്. നാട് തൊടുപുഴ തന്നെ. പാടൂ? ഇല്ല. അയ്യോ ഇല്ല. അപ്പൊ പിന്നെ ആക്ടിങ് മാത്രമേ ഉള്ളൂ. അത് ട്രൈ ചെയ്യാം. ശരി. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല വല്യമ്മാവ. പിന്നെ ദേ ഈ അമ്മാവന്മാർക്ക് ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നാള് ഈ പോലീസ് അമ്മാവന് കള്ളനെ പിടിച്ചു കൊടുത്തില്ലേ, എന്നിട്ട് അവരെന്നെ പോലീസിൽ എടുത്തില്ല. നന്ദിയില്ലാത്തവരാണ്. അതിന്റെ വാശി തീർക്കാൻ വേണ്ടി ഡോക്ടർ അമ്മാവന്റെ അടുത്ത് ചില പുതിയ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ അമ്മാവും ലീലാമ്മ സിസ്റ്ററും കൂടി മുറിക്കത്തിരുന്ന് ഉമ്മ. എനിക്കാണെങ്കി എന്റെ കാലിന്റെ പെരുവരലിന്നൊരു രോമാഞ്ചം അങ്ങോട്ട് കേറി. വക്കീലമ്മാവന് ഇത്തിരി ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ ചെന്നത് ഇത്ര വലിയ തെറ്റാ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ വക്കീലമ്മാവൻ വക്കീലാഫീസിലിരുന്ന് ഈച്ചേനായിട്ട് ഇങ്ങനെ കേസില്ലാത്തോണ്ട് ഈച്ചേനായിട്ട് കളിക്കുക. പിന്നെ ഞാൻ ആഫീസിൽ പാമ്പിന് ചെന്നു അങ്ങനെയല്ലോ. അല്ല, പിന്നെ ആഫീസിൽ പാമ്പിനെ കൊണ്ടുചെന്ന് കളിപ്പിച്ചു എന്ന് പറയുന്നത് ശുദ്ധ നുണയാന്നേ. അത് എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഈ പോലീസുകാർ കെട്ടിച്ചമച്ച കഥയാ. ഞാൻ അങ്ങനെ ഒരു പാമ്പിനെ കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരു പാമ്പാട്ടീനോട്ട് കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. ഇത്രയും സാധനം കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞ് ഈ സ്പേസ് ഒക്കെ യൂസ് ചെയ്ത് ആക്ട് ചെയ്ത് പറയാൻ പോകുക. പുതിയൊരു അഭിനയത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് അവൻ കിടക്കാൻ പോവാണ്. നിനക്ക് അഭിനയിക്കാൻ അറിയോ? അഭിനയം നോക്കാം. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല വല്യമ്മാവ. പിന്നെ ഈ അമ്മാവന്മാർക്ക് ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നാള് ഈ പോലീസ് അമ്മാവന് കള്ളനെ പിടിച്ചു കൊടുത്തില്ലേ, എന്നിട്ടും അവരെന്നെ പോലീസ് എടുത്തില്ല. നന്ദിയില്ലാത്തവരാന്നേ. എന്നാലും എന്റെ വത്സമ്മാഷേ, നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ. ആ വാശി തീർക്കാൻ വേണ്ടി
ഡോക്ടർമാവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാവന് ചില പുതിയ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാവൻ ലീലാമ്മ സിസ്റ്ററും കൂടെ മുറിക്കകത്തിരുന്ന് ഉമ്മ 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 ഉമ്മ. അല്ല, എന്തോ പ്രശ്നമുണ്ട്. മുഖം കണ്ടാൽ അറിയാം. വക്കീലമ്മാവനെ കാണാനായി വക്കീലമ്മാവനോട് കുറച്ച് ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാനായി ചെന്ന് ഇത്ര വലിയ തെറ്റാ. വക്കീലമ്മാവനെ കാണാനായി വക്കീലാഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോ വാക്യത്തിൽ പ്രയോഗിച്ചതാണോ? അല്ല, ചെന്ന് കഴിഞ്ഞപ്പോ ചെന്നപ്പോ തെറ്റിച്ച് വക്കീലമ്മാവനെ കാണാനായി വക്കീലാഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോ വക്കീലമ്മാവനെ കാണാനായി വക്കീലാഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോ വക്കീലമ്മാവനെ കാണാനായി വക്കീലാഫീസിൽ ചെന്നപ്പോ വക്കീലമ്മാവൻ ഇങ്ങനെ 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 കേസില്ലാത്തതുകൊണ്ട് ഈച്ചേനായിട്ട് ഇരിക്കുക. പിന്നെ ആഫീസിൽ പാമ്പിനെ കൊണ്ടുപോയി കളിപ്പിച്ചു എന്ന് പറയുന്നത് ശുദ്ധ നുണയാന്നേ. പാമ്പിനെ ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു പാമ്പിനെ ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു പാമ്പാട്ടിനെ ഇട്ട് എനിക്ക് അറിയത്തുമില്ല. നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ മിടുക്കനാണ്. എന്താണ് പേര്? എൻ്റെ പേര് അതുൽ. അതുൽ. എവിടെയാണ് നാട്? അടിമാലി. ഫുട്ബോൾ പ്ലെയറാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ബി ആനിമേഷൻ ഫസ്റ്റ് ഇയർ. നല്ല ഹെയറാണ്. താങ്ക് യു. കേളി ഹെയർ ഭയങ്കര രസമാണ്. എല്ലാവരും പറയാറുണ്ടോ? എന്താ പറയാറുണ്ട്? നല്ല രസമാണ്. ഭയങ്കര അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ, അനക്കൊരു പേര് കൂടുതൽ. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അമ്മാവ. പിന്നെ ഈ അമ്മാവന്മാർക്ക് ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നാള് പോലീസ് അമ്മാവന് ഒരു കള്ളനെ പിടിച്ചു കൊടുത്തു. എന്നിട്ട് അവരെന്നെ പോലീസിലെടുത്തില്ല. നന്ദിയില്ലാത്തവരാ. അതിൻ്റെ വാശി തീർക്കാൻ ഞാൻ ഡോക്ടർമാവനെ കാണാൻ ചെന്നപ്പോൾ അവിടെ ഡോക്ടർമാവനും ലീലാമ്മ സിസ്റ്ററും കൂടെ മുറിക്കകത്തിരുന്നു ഉമ്മ 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 ഉമ്മ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വക്കീലമ്മാവന് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാൻ ഓഫീസിലേക്ക് പോയത് ഇത്ര വലിയ തെറ്റാ. അവിടെ ചെന്നപ്പോൾ വക്കീലമ്മാവൻ അവിടെ ഇരുന്ന് ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അവിടെ ഇരുന്ന് വക്കീലമ്മാവൻ കേസില്ലാത്തോണ്ട് ഈച്ചയെ പിടിച്ച് കളിക്കുക. ഈച്ചടിച്ച് കളിക്കുക. പിന്നെ ഓഫീസിൽ ചെന്ന് ഞാൻ പാമ്പ് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ നുണയാ. അത് പോലീസുകാരന്മാര് എൻ്റെ മേൽ വാശി തീർക്കാൻ വേണ്ടി ചുമ്മാ കെട്ടിച്ചമയ്ക്കുന്നതാ. ഞാൻ അങ്ങനെ ഒരു പാമ്പ് കളിച്ചിട്ടില്ല. അങ്ങനെ ഒരു പാമ്പാട്ടി എനിക്ക് അറിയൂല. നന്നായി, പക്ഷേ കടുപ്പം ഇത്തിരി കുറച്ചാ കൊള്ളാം. എന്ത് പേര്? അബ്ബാസ്. എന്തൊക്കെയാണ് വിശേഷം? സുഖം. എങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ ആക്ടിങ്? എങ്ങനെയുണ്ട്? അല്ലായിരുന്നു. നീ എന്ത് ഉറങ്ങുന്നുണ്ടാ നിന്ന്? അല്ലായിരുന്നു. നല്ലതായിരുന്നു. അങ്ങോട്ട് നോക്കിപ്പോ ഒരു എനർജി ആയിട്ട് പറയാൻ നല്ലതായിരുന്നു. എവിടെ നാട്? ഓണോ? കാലടി. ഉറപ്പിക്കാവോ? പിന്നെ ഓണമെന്ന് പറഞ്ഞ ഓണംപള്ളിയിലാ. അത് ശരി. നീ ഇവിടെ വല്ലതും തോന്നില്ല അല്ലേ? ഞാൻ എവിടെയാ? നിന്നിൽ നിന്ന് ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുട്ടോ? അഭിനയിക്കാൻ. ഒരാള് ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോ ഒരു വക തമാശ കളിക്കുക. അതിനു മുന്നേ വളരെ മനോഹരമായ സ്വരത്തിൽ അബ്ബാസിന്റെ നല്ല വോയിസ് ആണ്. ഞാൻ പാടൂല. നിന്നത് പാടാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഞാൻ പാടാൻ പറഞ്ഞോ? ഇല്ല. നിന്റെ നല്ല വോയിസിൽ ആ ആക്ടിങ്ങിന്റെ ഡയലോഗ് പറഞ്ഞ് നാട്ടിയിട്ടുണ്ട്. ഞാൻ ആർക്കും ഒരു തെറ്റും ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല വല്യമ്മ. അത് ദേവമ്മ എന്ത് ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറി കൊണ്ടോളൂ. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല വല്യമ്മാവ. പിന്നെ ഈ പോലീസ് അമ്മാവർക്ക് ഇതിങ്ങനെ പറഞ്ഞ അയാൾ കരയും അമ്മാവോട്. മനസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നെ നിന്നെ വിടത്തോ. ഉഷാറായിട്ട് പറ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല വല്യമ്മാവ. ഈ പോലീസ് അമ്മാവർക്ക് ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറെന്നുള്ളത് നേരാ. പിന്നെ ഇന്നലെ ഈ പോലീസ് അമ്മാവർക്ക് ഒരു കള്ളനെ പിടിച്ചു കൊടുത്തു. എന്നിട്ട് അവരെന്നെ പോലീസിലെടുത്തില്ല. നന്ദിയില്ലാത്തവര്. പിന്നെ അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോ അവിടെ ഡോക്ടറും സിസില നേഴ്സും കൂടി ഇരുന്ന് റൂമിന്റെ അകത്തിരുന്ന് അറിയില്ല. ഞാൻ சொல்லிலே ഇന്നലെ ഇരുന്ന് உங்களுக்கு ദീപാവലി വലി സിസില നേഴ്സും കൂടി ഇരുന്ന് റൂമിന്റെ അകത്തിരുന്ന് ഉമ്മ
വെച്ചോണ്ടിരിക്കും. എല്ലാരും 3 പ്രാവശ്യം പറഞ്ഞപ്പോ നീ പ്രാവശ്യം 1 പ്രാവശ്യം പറഞ്ഞു. അത് മോശമല്ലേ? ഉമ്മ 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 അതിങ്ങനാണ് ഉമ്മ ഉമ്മ ഉമ്മ. എന്തോടെ ഒരു മര്യാദ വേണ്ടോ അതൊക്കെ പറയാം. ഞാൻ പറയട്ടെ. പിന്നെ വക്കീൽ ഓഫീസിൽ ചെന്ന് വക്കീലിന്റെ അടുത്ത് 2 ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ ചെന്നത് അത്രയ്ക്ക് വലിയ തെറ്റാ. താൻ എന്ത് പാടോ ഈ പറയുന്നത്? തനിക്കൊരു ചുക്കും അറിയത്തില്ല. അവിടെ ചെന്നപ്പോ വക്കീലിരുന്ന് അവിടെ അടിച്ചളിക്ക. അവിടെ പുള്ളിക്ക് കേസില്ലാത്തോണ്ട്. എന്തിനടിക്കുന്നു? ഈച്ച. ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പിന്നെ പോലീസ് അമ്മാവന്മാര് എന്നെ പാമ്പ് കളിച്ചൊന്നും പറഞ്ഞ് കേസ് കെട്ടി ചുമക്കാൻ നോക്കി. എന്തോന്നാ കെട്ടി ചുമക്കാൻ നോക്കി. അല്ല, കെട്ടി തലയിൽ വെക്കാൻ നോക്കി. ഞാൻ അങ്ങനെ പാമ്പ് കളിച്ചിട്ടില്ല. അങ്ങനെ പാമ്പാടിയെ കണ്ടിട്ടില്ല. കൊള്ളാം, നന്നായിരിക്കുന്നേ. ചെല്ലി. അപ്പോൾ തൊടുപുഴയിലെ ശാന്തിഗിരി കോളേജിലായിരുന്നു. എനിക്കിവിടം വിട്ട് പോകാൻ തോന്നില്ല. അത്രമാത്രം കഴിവുള്ള കുട്ടികളാണ്. ഭയങ്കര കോമഡിയും ഡാൻസും പാട്ടും എന്ന് വേണ്ട, അവർ ഫുൾ പാക്ഡ് ആയിരുന്നു. നമ്മൾ പോലും, നമ്മുടെ ക്രൂ പോലും പല അവസരങ്ങളിലും ചിരിച്ചു പോയി ചിലരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. തൽക്കാലം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത കോളേജിൽ നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണുന്നത് വരെയും ഗുഡ് ബൈ. Akamagaaga bagay dyan ang turuti,